ഹായ് ഫ്രണ്ട്സ്, ഇൻസിവോ കിച്ചൺ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനുള്ള ഒരു വടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കടച്ചക്ക കൊണ്ടൊരു വട. ആവശ്യമുള്ള സാധനങ്ങൾ: കടച്ചക്ക ഒരെണ്ണത്തിൻ്റെ പകുതി, സവാള ഒരെണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 3 തണ്ട്, അരിപ്പൊടി 200 ഗ്രാം, വെളിച്ചെണ്ണ 250 ഗ്രാം, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. കടച്ചക്കയുടെ തൊണ്ട ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഒരു പാത്രത്തിലിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക. കൈകൊണ്ടോ തവി കൊണ്ടോ ഉടച്ചെടുക്കുക. ഞാൻ കൈകൊണ്ടാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞ സവാള, വേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കുഴയ്ക്കുക. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുളയാക്കി കയ്യിലെടുക്കുക. വെള്ളം തൊട്ടെടുക്കുകയാണെങ്കിൽ കയ്യിൽ പിടിക്കാതെ ഇരിക്കും. ഇത് മറ്റേ കയ്യിലേക്ക് വെച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കുക. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും വട ഉണ്ടാക്കി വെക്കുക. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കുക. അത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വറുത്തെടുക്കുക. വട നന്നായി മൂത്ത് കഴിയുമ്പോൾ എണ്ണ പോകാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വെക്കുക. ഇതുപോലെ ബാക്കിയുള്ള വടകളും ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക വട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയായും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. ഇത് തേങ്ങാ ചമ്മന്തിയിലോ സോസിലോ മുക്കി കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.